വാട്ട് എക്സാക്ട്ലി ഗ്രോത്ത് മാർക്കറ്റിംഗ്, എന്താണ് ഒരു ഗ്രോത്ത് മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്? അതും ഈ പെർഫോമൻസ് മാർക്കറ്റിംഗും ഒന്നാണോ അതോ രണ്ട് അല്ല. ഡിഫറെൻറ്റ് കാര്യങ്ങളാണോ? ഗ്രോത്ത് മാർക്കറ്റിംഗ് ഒരിക്കലും പെർഫോമൻസിനോട് റിലേറ്റഡ് അല്ല. പെർഫോമൻസ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഗ്രോത്ത്. ഓക്കെ. ഗ്രോത്ത് മാർക്കറ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ യു ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ കമ്പനീസ് ഗ്രോത്ത് ഇൻ ടേംസ് ഓഫ് വാലുവേഷൻ, ഇൻ ടേംസ് ഓഫ് യൂസർ ബേസ്, in terms of reach, in terms of engagement with your reach, in terms of your logistics, in terms of your supply chain, in terms of your accreditation bodies, in terms of your policy, in terms of everything. So when you are a growth person എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ you are a person who push that company from point A to point Z. ഓക്കെ. അതാണ് ശരിക്കും ഗ്രോത്ത്. ഗ്രോത്ത് എന്ന് വെച്ചാൽ you look for every aspect. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും It's not department actually. You look for the bones. നിങ്ങളതിൻ്റെ ഓരോ അസ്ഥിയും മജ്ജയും ഇറച്ചിയും കമ്പനിയുടെ എല്ലാം ചിന്തിക്കുന്നത് നിങ്ങളാണ്. സോ യു ആർ ദ പേഴ്സൺ ഹൂ ആഫ്റ്റർ സിഇഒ ആൻഡ് ആഫ്റ്റർ CTO. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഞാൻ കൊലാബറേറ്റ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തിൻ്റെ കമ്പനിയിൽ ആഫ്റ്റർ CEO ആസ്ക് മീ ടു ഗ്രിൽ ഹിം എവറി ഡേ നൈറ്റ്. ഓക്കെ. ഇവൻ പറയും ബിക്കോസ് യുവർ ക്വസ്റ്റ്യൻസ് ആർ വെരി ഷാർപ്പ്. നീ ചിന്തിക്കുന്നത് ദാറ്റ് ഐ നീഡ് യൂസർ ബേസ്, ഐ നീഡ് വാലുവേഷൻ, ഐ നീഡ് വാലിഡേഷൻ, ഐ നീഡ് ട്രാക്ഷൻ. ഇതാണ് എൻ്റെ തലയിലുള്ളത്. എനിക്ക് വേറെ ഒരു ഐഡിയ എൻ്റെ തലയിൽ ഉണ്ടാവില്ല. സോ ഐ ആസ്ക് ഹിം ദിസ് ക്വസ്റ്റ്യൻസ്. ഹൗ ആർ യു ഗോയിങ് ടു പെനിട്രേറ്റ്, ഹൗ ആർ യു ഗോയിങ് ടു പൊസിഷൻ, വാട്ട് ഈസ് യുവർ USP, വാട്ട് ഈസ് യുവർ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്. ഇതിങ്ങനെ എന്താ പറഞ്ഞ ഗ്രില്ല് ചെയ്ത് ഫൈൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഗ്രോത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുക. സോ ആക്ച്വലി യു ആർ എ CMO. You are a chief marketing officer, you are a chief growth officer, you look for new avenues, new tractions. അങ്ങനത്തെ ആൾക്കാർക്കാണ് ഗ്രോത്ത് എന്ന് പറയുക. ഗ്രോത്ത് ഇസ് എ വെരി വെരി ഇലാബറേറ്റീവ് ജോബ്. ദാറ്റ് ഡസൻറ്റ് മീൻ പെർഫോമൻസ് ഇസ് എ സ്മോൾ ജോബ്. പെർഫോമൻസും ഒരു ജോലി തന്നെയാണ്. ആൻഡ് ഇറ്റ് നീഡ്സ് ദാറ്റ് റെപ്യൂട്ടേഷൻ ആൻഡ് സ്റ്റേക്ക്. അത് ഉണ്ട് പെർഫോമൻസ് മാർക്കറ്റിംഗ്. പക്ഷെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഇസ് എ സബ്സെറ്റ് ഓഫ് ഗ്രോത്ത് where you will create first of all a stage where awareness is there about your product. നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു എന്താ നമ്മൾ പറയാ ഒരു പരിചയം, ഒരു പരിചിത മുഖം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. സോ അവിടെ ഏറ്റവും ഞാൻ പറയണത് ദ ബെസ്റ്റ് വേ വിൽ ബി ടു ഡു ഇറ്റ് വിത്ത് SEO. കാരണം ചില സമയത്ത് SEOക്കാർ നമ്മളായിട്ട് ചിലപ്പോൾ പറയും നിങ്ങൾ ആഡ്സും SEO എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഫേസ് ഓഫ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. സോ നിങ്ങൾ ഒരു ഓർഗാനിക് വിസിബിലിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവും. സോ someone asks for a product, someone asks for a service, someone asks for a company. People knows, a minute fraction of the people knows about that product. A minute, ഞാൻ പറഞ്ഞത് വലിയ ആൾക്കാരെന്നല്ല, a minute percentage of people know about the product. ഒന്നുകിൽ അല്ലെങ്കിൽ രണ്ടാമത്തത് a minute percentage of people should understand this is the solution for that problem. അത് അറിഞ്ഞവരുണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇപ്പോൾ ട്രായ എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അക്കോർഡിംഗ് ടു യു നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ട്രായ എന്ത് പ്രോഡക്ട്സ് ആണ്? ഓക്കെ, അത് ഞാൻ പറയാം. ട്രായ ചെയ്യുന്നത് എന്താ വെച്ചാൽ കഷണ്ടി വന്നവനക്ക് ഇപ്പോൾ നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മിനോക്സിഡിലോ അങ്ങനെ എന്തോ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്, അല്ലെ മിനോക്സിഡിൽ ഉണ്ട്, പിന്നെ സം സോർട്ട് ഓഫ്. സോ അവിടെ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം അറിയിക്കണ ആൾക്കാരെ ഞാൻ അവരുടെ അഡ്വർടൈസ്മെന്റ് ആദ്യം ഒരു ക്വിസിലോട്ടല്ലേ കറക്റ്റ്. അപ്പോൾ അവിടെ എന്താണ്, വി ഷുഡ് മേക്ക് അവെയർ ദ പേഴ്സൺ ദാറ്റ് യു ഹാവ് എ പ്രോബ്ലം, or rather you are facing that problem, and there are solutions for this problem right now in the market. Okay, solutions ഉണ്ട്, fine. So you don't need to panic. ഇതാണ് ശരിക്കും നിങ്ങൾ അവയർനെസ്സിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ചിലപ്പോൾ എന്നെ ചില ആൾക്കാർ ചീത്ത വിളിക്കാറുണ്ട്, സോഷ്യൽ മീഡിയ മാർക്കറ്ററും പെർഫോമൻസ് മാർക്കറ്ററും ഒന്നല്ലേ? നെവർ. അത് ഒരിക്കലും അത് ഒന്നല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ performance marketer is a person where he plays when that stuff has awareness in the market. എങ്ങനെ? either user is aware of the problem, okay, user is aware of the problem, user is aware of the options, or user is unaware of the options. ക്ലിയർ ആയ? ഈ സിറ്റുവേഷൻ വന്നാൽ മാത്രമേ
അതാ ഞാൻ പറഞ്ഞ അൺഅവെയർ ഓഡിയൻസ്, അവെയർ ഓഡിയൻസ്, മോസ്റ്റ് അവെയർ ഓഡിയൻസ് തന്നെ പല ടൈപ്പ് ഓഡിയൻസ് മാർക്കറ്റിലുണ്ട്. നിങ്ങളെക്കുറിച്ച് ഒരു വഹിയും അറിയില്ല, Okay. അവനക്ക് പ്രശ്നം അറിയില്ല, അവനക്ക് സൊല്യൂഷനും അറിയില്ല. അതെ. So there are many types of audience. We talk in terms of that as P0, P1, P2, P3, P4 എന്നൊക്കെ പറയും. ഓക്കെ, അതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ അത് യുഗങ്ങളോളം സംസാരിക്കാനുള്ളത്. ബട്ട് ലെറ്റ്സ് മേക്ക് ഇറ്റ് ഷോർട്ട്. സോ നമ്മൾ ഈ ഹോട്ട് ഹോട്ടല്ല, അല്ല അല്ല കോൾഡ് വാം അല്ല, ഇത് അത് അതിലേക്ക് വരും. അത് അല്ലാന്ന് പറയാൻ പറ്റില്ല, അതിലേക്ക് അത് ട്രാൻസിഷൻ ചെയ്യും. But let me tell you one thing, that social media marketer's main job is to ignite the ecosystem that someone is coming to this market. Okay. ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ജനിച്ചിക്കണമെന്ന് അറിയിക്കലാണ് സോഷ്യൽ മീഡിയ മാർക്കറ്ററിന്റെ പണി. ആൻഡ് ദാറ്റ്സ് നോട്ട് എ സ്മോൾ ജോബ്. അതൊരു വലിയ പണി തന്നെയാണ്. ബിക്കോസ് ഹി ഹാവ് ടു ടോക്ക് അബൌട്ട് ദ കോണ്ടന്റ്, he will be talking about the ecosystem, he should understand the algorithm, he has many things. On top of that, when you talk on the attribute of sales, you talk on the sales aspect. Okay, അവിടെയാണ് നിങ്ങൾ പെർഫോമൻസ് മാർക്കറ്റർ ആവുക. ബട്ട് വെൻ യു ടോക്ക് ഓൺ ദ ഓർഗാനിക് ആസ്പെക്ട്, വെൻ യു ടോക്ക് ഓൺ ദ സെയിൽസ് ആസ്പെക്ട്, വെൻ യു ടോക്ക് ഓൺ ദ വാലുവേഷൻ ആസ്പെക്ട്, വെൻ യു ടോക്ക് ഓൺ ദ സപ്ലൈ ചെയിൻ ആസ്പെക്ട്, ലോജിസ്റ്റിക്സ് ആസ്പെക്ട്, പ്രൊഡക്റ്റ് സോഴ്സിംഗ് ആസ്പെക്ട്, PMF ആസ്പെക്ട്, ഇറ്ററേഷൻ ആസ്പെക്ട്, യു ആർ എ ഗ്രോത്ത്. അപ്പോൾ ഇതിൽ ഒക്കെ വ്യത്യാസമുണ്ട്. ഒരു ചുരുക്കി പറഞ്ഞാൽ അതാണ് അതിൻ്റെ കാര്യം. അപ്പം ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്നത് എന്താ വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ ആഡ് റൺ ചെയ്യുന്ന വ്യക്തികളൊക്കെ പറയും ഐ ആം എ പെർഫോമൻസ് മാർക്കറ്റർ. ഞാൻ പറയുന്നത് നടക്കുന്ന കാര്യമില്ല.